വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 12-ാം അധ്യായം. ഭക്തിയോഗത്തിൽ ഭഗവാൻ അർജുനന് ഭക്തൻ്റെ വിശിഷ്ട ഗുണങ്ങളെക്കുറിച്ച് ഉപദേശങ്ങൾ നൽകുകയാണ്. 12-ാം അധ്യായത്തിലെ 13, 14, 15 ഈ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ നൽകിയ ഉപദേശങ്ങൾ നാം കഴിഞ്ഞ എപ്പിസോഡിലൂടെ മനസ്സിലാക്കി. ഇവിടെ 16 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അർത്ഥസഹിതം മനസ്സിലാക്കാം. ഭക്തലക്ഷണങ്ങളെയാണ് ഇവിടെ ഭഗവാൻ കൂടുതലായി വിവരിക്കുന്നത്. 16-ാം ശ്ലോകം നമുക്ക് കേൾക്കാം. അനപേക്ഷ ശുചിർദക്ഷഃ ഉദാസീനോ ഗതവ്യതാ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്തഃ സമേ പ്രിയഃ. അനപേക്ഷഃ, ഭഗവാനോട് ഒന്നും അപേക്ഷിക്കാത്തവൻ, ഒന്നും ആവശ്യപ്പെടാത്തവൻ. അവൻ കിട്ടിയതിൽ തൃപ്തനാണ്. തനിക്ക് കൂടുതലായും ഒന്നും വേണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഭഗവാനെ മാത്രമാണ് അവൻ സദാ ആഗ്രഹിക്കുന്നത്. എപ്പോഴും സന്തുഷ്ടനും എപ്പോഴും തൃപ്തനുമാണ്. ഈ നിലയിലെത്തിയ ഭക്തൻ്റെ മനസ്സ് പൂർണ്ണമായും ഭഗവത് സ്മരണം കൊണ്ട് ശുദ്ധമാണ്. അങ്ങനെയുള്ള മനസ്സിനെയാണ് ശുചി എന്ന് പറഞ്ഞത്. ഇങ്ങനെ ശുദ്ധവും ഈശ്വരസ്മരണത്തോടു കൂടിയമായ ഭക്തൻ്റെ മനസ്സ് സ്വധർമ്മങ്ങളെ ശരിയായി അറിയാനും ചെയ്യാനും ഉള്ള കഴിവിനെ നേടുന്നു. അതാണ് ദക്ഷഃ എന്ന് പറഞ്ഞത്. ഇനി സുഖമോ ദുഃഖമോ ഇതിലേതനുഭവം ഉണ്ടായാലും ഇളകാതിരിക്കുന്നവനാണ് ഉദാസീനൻ. ആശകളിലും നിരാശകളിലും പെട്ട് ദുഃഖിക്കാത്തവനാണ് ഗതവ്യതഃ എന്ന വാക്കുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. സർവാരംഭ പരിത്യാഗി, ഞാൻ ചെയ്യുന്നു എന്ന ഭാവമില്ലാതെ, കർമ്മഫലം പ്രതീക്ഷിക്കാതെ ധാർമ്മികമായ കർമ്മങ്ങളെ ഭഗവതർപ്പണമായി ചെയ്യുന്നവനാണ് സർവാരംഭ പരിത്യാഗി. ഇങ്ങനെയുള്ള ഭക്തൻ എനിക്ക് വളരെ പ്രിയനാണ് അർജുന എന്ന് ഭഗവാൻ പറയും. ഭഗവാൻ തുടരുന്നു. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗി ഭക്തിമാന്യ സമേ പ്രിയഃ. ഹൃഷ്യതി, ഹർഷം എന്ന് വെച്ചാൽ അതിയായ ആനന്ദം. ദ്വേഷം എന്ന് വെച്ചാൽ വെറുപ്പ്, ഇഷ്ടക്കേട്. യഥാർത്ഥ ഭക്തൻ ആഗ്രഹിച്ചത് കിട്ടിയാൽ അതിയായി ആനന്ദിക്കുകയോ ഇഷ്ടവസ്തു കിട്ടിയില്ല എങ്കിൽ വെറുപ്പോ വിദ്വേഷമോ കാണിക്കുകയോ ചെയ്യുകയില്ല. ഭക്തൻ്റെ ഇഷ്ടവസ്തു തന്നെ ഈശ്വരനാണ്. അതിനാൽ ബാഹ്യവസ്തുക്കളെല്ലാം ഭക്തന് തുല്യമാണ്. അതിലൊന്നും ആഗ്രഹമോ വെറുപ്പോ ഒന്നും തന്നെ അയാൾക്കില്ല. അതിനാൽ തന്നെ ന ശോചതി ന കാംക്ഷതി എന്ന് ഭഗവാൻ പറഞ്ഞത്. കിട്ടിയില്ല എന്ന് ദുഃഖിക്കുന്നുമില്ല ഭക്തൻ, കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഭക്തന് നല്ലത് ചീത്ത എന്നുള്ള വിചാരങ്ങളോ അനുഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം ഭക്തൻ്റെ മനസ്സിൽ ശുഭം അശുഭം ഇവയിലൊന്നും തന്നെ ഒട്ടലില്ല. സമശത്രൗ ച മിത്രേ ച തദാ മാനാപമാനയോ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗവർജിതഃ. തുല്യനിന്ദാസ്തുതിർമൗനീ സന്തുഷ്ടോ യേന കേനചിത് അനികേതഃ സ്ഥിരമതി ഭക്തിമാൻ മേ പ്രിയോ നരഃ. ഈശ്വരനിൽ മാത്രം ആനന്ദം കാണുന്ന ഭക്തന് ശത്രു, മിത്രം, മാനം, അപമാനം, ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്ന ഒരു വേർപാടും തോന്നുന്നില്ല.
സ്തുതിയായാലും നിന്ദയായാലും രണ്ടിനെയും സമഭാവനയോടെ കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. മൗനി, വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ, ഒന്നിലും ഒട്ടലില്ലാത്തവനും എപ്പോഴും സന്തുഷ്ടനും. അനികേതഃ എന്ന് വെച്ചാൽ ഗ്രഹം, കുടുംബം, ധനം, സംസാര വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവനും. സ്ഥിരമതി എന്ന് വെച്ചാൽ ഭഗവാനിൽ മാത്രം മനസ്സുറപ്പിച്ചവനും. ഇങ്ങനെയുള്ള ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയനാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഏതു ധർമാമൃതമിതം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനമത്പരമാ ഭക്താതേ അതീവ മേ പ്രിയഃ. അർജുന, ഏത് ഭക്തനാണോ എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതി ഞാൻ ഈ മേൽപ്പറഞ്ഞ സനാതന ധർമ്മങ്ങളെ ശ്രദ്ധയോടെ ആചരിച്ച് അനുഷ്ഠിച്ച് ശ്രേഷ്ഠ ഗുണങ്ങൾ നേടിയെടുക്കുന്നത്, ആ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഇവിടെ ഭഗവാൻ ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിച്ച് ഒരു ഉത്തമ ഭക്തൻ നേടുന്ന 36 ഗുണങ്ങളെയാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്. ഇവയെ കോർത്തിണക്കി സമ്മറി എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.